മാതൃഭൂമി അടക്കം ഇന്നത്തെ ചില പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരു ജാക്കറ്റ് പരസ്യമാണുള്ളത്. സർക്കാരിന്റെ പരസ്യമാണ്. നവകേരള സദസ്സിൽ രൂപകൽപ്പന ചെയ്ത വികസന പദ്ധതികൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം. ഇത് ദേശാഭിമാനി ഇന്നലെ തന്നെ വന്നതാണ്. നേരറിയാൻ നേരത്തെ ആയതുകൊണ്ടാണ് ദേശാഭിമാനിയിൽ ആദ്യം കൊടുത്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ പരസ്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫുൾ ഫിഗർ ചിത്രം ചേർത്തിട്ടുണ്ട്. എൻ്റെ ചിത്രം, എൻ്റെ മാത്രം ചിത്രം, എൻ്റെ ഫുൾ ഫിഗർ എന്ന സങ്കല്പത്തിലാണത് ചെയ്തിരിക്കുന്നത്. ദോഷം പറയരുതല്ലോ, പിണറായി വിജയന്റെ നല്ല ഒന്നാം തരം ഒരു ചിത്രമാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ജാക്കറ്റ് പരസ്യം കഴിഞ്ഞ് അകത്തെ പേജുകളിലേക്ക് കടക്കുമ്പോഴേ വഞ്ചിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട CPIയുടെ വിങ്ങുന്ന നെഞ്ചകത്തിന്റെ സ്പന്ദനങ്ങളാണ് നമ്മൾ കാണുക. കഴിഞ്ഞ 46 വർഷം ദുഃഖങ്ങളിലും സുഖങ്ങളിലും കൂടെ നിന്നിട്ട് ഇപ്പോൾ പുറന്തള്ളപ്പെടുന്ന, എടുത്തെറിയപ്പെടുന്ന, മുന്നണിയിൽ നിന്ന് അപമാനിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു CPIയുടെ സങ്കട കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ നിരാശയുടെയും ദുഃഖത്തിന്റെയും പ്രതിഫലനമടങ്ങുന്ന വാർത്തകളാണ് അകത്തെ പേജുകൾ നിറയെ. അത്തരത്തിലൊരു പാർട്ടിയുടെ ഹൃദയവ്യഥ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ചില കൂടിയാലോചനകളുടെയും ചർച്ചകളുടെയും യോഗങ്ങളുടെയും റിപ്പോർട്ടുകൾ, വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് കാട്ടിത്തരുന്നു. BJP സർക്കാരിന്റെ PM ശ്രീ പദ്ധതി ആരും അറിയാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിമാർ അറിയാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണി അറിയാതെ പരമരഹസ്യമായി ഡൽഹിയിൽ വെച്ച് ഒപ്പുവെച്ചതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച വിഷയമായി മാറിയിരിക്കുകയാണ്. ആ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് അല്ലെങ്കിൽ അത് മരവിപ്പിക്കണമെന്ന് CPI ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് CPM ഒട്ടും തയ്യാറല്ല. ഇനി അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സാധ്യവുമല്ല. ഒരിക്കൽ ഒപ്പുവെച്ചാൽ അതിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമുള്ളത്. അതാണ് കരാറിലെ വ്യവസ്ഥ. അതുകൊണ്ട് CPM ആഗ്രഹിച്ചാൽ തന്നെ പിന്മാറാൻ പറ്റില്ല. പക്ഷേ അത് പിൻവലിച്ചേ പറ്റുമെന്ന പിടിവാശിയിൽ CPI നിൽക്കുന്നു. പിണറായിയുടെ രണ്ടാം സർക്കാർ ഇതുവരെ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ CPMനെ കൈകാര്യം ചെയ്യുന്നതിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കഴിവ് അല്ലെങ്കിൽ ചാതുര്യം, അതൊക്കെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ വെളിയം ഭാർഗവനുമായോ അല്ലെങ്കിൽ CK ചന്ദ്രപ്പനുമായോ ബിനോയ് വിശ്വത്തിനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അന്നത്തെ രാഷ്ട്രീയമല്ല, അന്നത്തെ കാലമല്ല. ഇത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇടതുമുന്നണി സദാ കേന്ദ്ര വിരുദ്ധ സമരം നടത്തിയിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ കേന്ദ്രമല്ല ഇത്. ഇപ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാണുള്ളത്. അവരുടെ നയപരിപാടികൾ നടപ്പാക്കി കിട്ടുന്നതിന്, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരുകളെ അവരുടെ വഴിയിൽ കൊണ്ടുവരുന്നതിന് അവർ ഏത് നിലപാടും സ്വീകരിക്കും, ഏത് തന്ത്രങ്ങളും പ്രയോഗിക്കും. ആ കാലമാണിത്. അങ്ങനെ ഈ BJPയുടെ ഈ സമ്മർദ്ദ തന്ത്രത്തിൽ വീണാണ്, അല്ലെങ്കിൽ അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായാണ് ഇപ്പോൾ CPM ഈ കരാർ ഒപ്പുവയ്ക്കുന്നതിന് തയ്യാറായിരിക്കുന്നത്. പറഞ്ഞു വന്നത്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെയും മുൻകാല CPI സെക്രട്ടറിമാരുടെയും നിലപാടുകളിലെ ഉറപ്പിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പറ്റി യാതൊരു തരത്തിലുമുള്ള ഒരു താരതമ്യത്തിന് ഒരു പ്രസക്തിയില്ല എന്നാണ്. പക്ഷെ ഇന്നലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ച, അതിനുശേഷം നടന്ന CPMന്റെ നിർവാഹക സമിതി യോഗം, അവിടെ എടുത്ത തീരുമാനം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇതുവരെ CPI എടുത്തത് വളരെ ധീരമായ ഒരു നിലപാടാണ് എന്ന് കാണാൻ കഴിയും. CPMമായി താരതമ്യം ചെയ്യുമ്പോൾ CPI ഒരു ചെറിയ പാർട്ടിയാണ്. പക്ഷേ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതും ആദർശാധിഷ്ഠിതമായ നിലപാടിൽ ഉറപ്പിച്ച് പാർട്ടിയെ നിർത്തിക്കൊണ്ട് ബിനോയ് എടുത്തൊരു തീരുമാനം പ്രശംസാർഹമാണ്. വെൽ ഡൺ എന്ന് തന്നെ പറയണം. പക്ഷെ ഇനി എന്ത്? ഇതൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയിൽ CPMഉം CPIയും ഒരുപോലെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയുടെ ഭീഷണിക്കോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിനോ വഴങ്ങി ഇതുവരെ എതിർത്തു പോന്നിരുന്ന PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതോടെ, CPM മുൻകൈയെടുത്ത് ഒപ്പുവെച്ചതോടെ അവരുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾക്ക് ജനങ്ങളുടെ പിന്തുണ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർക്കിനി എന്തു ചെയ്യാൻ സാധിക്കും? CPM ഇങ്ങനെ ഒരു ഉറച്ച നിലപാടിൽ മാറ്റമില്ലാതെ തുടർന്നാൽ അവർക്ക്
എന്തു ചെയ്യാൻ സാധിക്കും? അതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം. നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം, അതിൽ CPIയുടെ മന്ത്രിമാര് പങ്കെടുക്കാനിടയില്ല എന്നാണ്. അത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുണ്ട്. അതുപോലെ 1969 സപ്തകക്ഷി ഭരണം നടക്കുമ്പോൾ CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. പിണറായി സർക്കാരിന്റെ കാലത്തെ ബഹിഷ്കരണം തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാതിരുന്നതിന്റെ പേരിലായിരുന്നു. പിറ്റേന്ന് മാറ്റി, അപ്പൊ പ്രശ്നം തീർന്നു. അതിന് 69 ഈ CPM-CPI സംഘർഷം ഉണ്ടായപ്പോൾ MN ഗോവിന്ദൻ നായരും TB തോമസും, അവരാണ് CPI മന്ത്രിമാര്, അവർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നു. അന്ന് CPI മന്ത്രിമാരില്ലാതിരുന്നത് കൊണ്ട് മന്ത്രിസഭാ യോഗം തീരുമാനങ്ങൾ എടുക്കാതെ പിരിഞ്ഞു. പക്ഷെ ഇന്നതല്ല സ്ഥിതി. ഇന്ന് CPI ആവശ്യപ്പെടുന്ന ഡിമാൻഡ്, അവരുടെ ആവശ്യം, അത് അംഗീകരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു പതനത്തിൽ എത്തി നിൽക്കുകയാണ് CPM. നാളെ ഒരുപക്ഷെ അവര് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നേക്കാം. അവര് പങ്കെടുക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭാ യോഗം മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. കൂടുതൽ സമവായ ചർച്ചകൾക്ക്, ഒത്തുതീർപ്പുകൾക്കുള്ള ശ്രമങ്ങൾക്ക് ഒരു സമയം കിട്ടും. അങ്ങനെ ചെയ്തേക്കാം. എന്നിട്ടും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നീട് CPI മന്ത്രിമാർക്ക് മന്ത്രിസഭ വിട്ടുപോരുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ലാതെ വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് CPIക്ക് എന്താണ് പ്രയോജനം? ഇന്നത്തെ നിയമസഭയിലെ അംഗബലം വെച്ച് നോക്കുമ്പോൾ CPIയുടെ പിന്തുണ പിൻവലിച്ചത് കൊണ്ട് മന്ത്രിസഭയ്ക്കൊന്നും സംഭവിക്കാനില്ല. അതാണ് നമ്പേഴ്സ്, അതാണ് കണക്ക്. അപ്പോ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്താലും മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നാലും എന്നിട്ട് LDFൽ ഉറച്ചു നിന്നാലും ഒക്കെ ഫലം ഒന്നായിരിക്കും. CPI അവഗണിക്കപ്പെടും. അതായിരിക്കും സംഭവിക്കുക. പക്ഷേ അത്തരമൊരു സാഹചര്യത്തില്, അതായത് മന്ത്രിസഭയിലില്ല, അതേസമയം മുന്നണിയിൽ തുടരുന്നു, അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ മുന്നണിയിലെ ഒരു ഗതികിട്ട പ്രേതമായിട്ട് CPIക്ക് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. നവംബർ 4 ഒരു പ്രധാനപ്പെട്ട തീയതിയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ മറ്റൊരു ദിവസമായിരുന്നു, പ്രധാനപ്പെട്ട ദിവസം. ഇത് ഉപയോഗിക്കേണ്ട ദിവസമാണെന്ന് നമ്മൾ ഈ പങ്ക്തിയിൽ നേരത്തെ പറഞ്ഞിരുന്നതാ. പക്ഷെ അതുണ്ടായില്ല. അതാരും പ്രതീക്ഷിച്ചതുമല്ല. കാരണം പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനി 4-ാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ ചേരുകയാണ്. അതാണ് സംസ്ഥാനത്തെ അവരുടെ ഏറ്റവും പരമാധികാര സമിതി. അവരെന്ത് തീരുമാനമെടുക്കും? 4-ാം തീയതിക്ക് ഉള്ളിൽ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കും? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, CPIയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകമെടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. അവരെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് D രാജ നിൽക്കുന്നത്, ദേശീയ ജനറൽ സെക്രട്ടറി നിൽക്കുന്നത്. ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് CPI. ഇതിനിടെ CPIക്കെതിരെ ഏതെങ്കിലും കോണിൽ നിന്ന് ഭീഷണികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ചുള്ള ചില സൂചനകൾ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം CPI അവരുടെ വേഗത അല്പം കുറച്ചത് നമ്മൾ മനസ്സിലാക്കിയതാ. ഇനിയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിലും CPI തലയുയർത്തി അഭിമാന ബോധത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവവികാസങ്ങൾക്ക് വഴിവെച്ചുകൂടൊന്നും ഇല്ല. ഇന്നലെ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ CPMന്റെ വലിയൊരു അതിബുദ്ധിയാണ് നമ്മൾ കണ്ടത്. CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയത്. സെക്രട്ടേറിയറ്റിൽ നിന്നുണ്ടായ ഒരു പരിഹാര നിർദ്ദേശം, ഈ PMC പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് CPI മന്ത്രിമാരടങ്ങുന്ന ഒരു സമിതിയെ വയ്ക്കാമെന്നുള്ളതായിരുന്നു. ഒരു മേൽനോട്ട സമിതി. CPM സെക്രട്ടേറിയറ്റിൻ്റെ വലിയൊരു ബുദ്ധിയായിരുന്നു. അതായത് PMC പദ്ധതി എന്തായാലും നടപ്പാക്കും, ആ നടപ്പാക്കുന്നതിന്റെ മേൽനോട്ടം, അതിനൊരു സമിതി, അതിൽ CPI മന്ത്രിമാര്. അതിന്റെ അർത്ഥം എന്താണ്? CPI മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ അവരെതിർക്കുന്ന PMC പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. CPIക്ക് ഈ ബ്രൂവറീസിന്റെ അനുമതി സംബന്ധിച്ച കാര്യത്തിൽ ഈ ഒരു അബദ്ധം പറ്റിയതാ. അവരുടെ ഓഫീസായ MN സ്മാരകം പുതുക്കിപ്പെടുന്നതിന് ശേഷം അവിടെ ഒരു LDF യോഗം ചേർന്നു. ആ യോഗത്തിൽ തന്നെ പിണറായി വിജയൻ ഈ ബ്രൂവറീസിന്റെ പ്രശ്നം ഉന്നയിച്ച് അതിന് അനുമതി നേടിയെടുത്തു. അതിഥികളല്ലേ CPM, മറ്റു പാർട്ടികൾ. CPIക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അതുപോലൊരു ബുദ്ധിയായിരുന്നു ഇത്. CPIയുടെ മന്ത്രിമാരുടെയും മേൽനോട്ടത്തിൽ കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കുക. അതിന് CPI വഴങ്ങിയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ BJPയും കേന്ദ്ര ഗവൺമെന്റും ABVP ഒക്കെ പിണറായി വിജയനെ വന്നു കണ്ട്
അഭിവാദ്യങ്ങൾ അർപ്പിക്കുമായിരുന്നു, അനുമോദിക്കുമായിരുന്നു. CPIയെ വിശ്വാസമില്ലാത്തവരുമായി എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവില് ആലപ്പുഴയിൽ ഉണ്ടായത്. അധികാരത്തിന്റെ സുഖം അറിഞ്ഞവരായിരിക്കില്ല അങ്ങനെയൊന്നും ചോദിച്ചത്, പുറത്തു നിൽക്കുന്ന ആരെങ്കിലും ആവണം. അപ്പൊ എന്താണ് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞെന്നറിയാവോ? ഇടതുപക്ഷ മൂല്യങ്ങളും ഇടതുപക്ഷ മനോഭാവവും ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാല് പിന്നെ നമുക്ക് എന്താണ് വ്യക്തിത്വം എന്നാണ് ചോദിച്ചത്. അതായത് CPM അടങ്ങുന്ന മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ പിന്നെ നമ്മുടെ വ്യക്തിത്വം എവിടെയോ അങ്ങ് പറന്നു പോകും എന്ന മട്ടിലാണ് ബിനോയ് വിശ്വം സംസാരിച്ചത്. ബിനോയ് 1969 നവംബർ 1 എന്ന തീയതി ഓർമ്മിക്കുന്നുണ്ടോ? അന്നാണ് അച്യുതമേനോൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. കോൺഗ്രസിന്റെയും കൂടെ പിന്തുണയോടുകൂടിയായിരുന്നു ആ മന്ത്രിസഭ ഉണ്ടായത്. പിന്നീട് 70-ൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPIയും കോൺഗ്രസും അടങ്ങുന്ന മുന്നണിയാണ് മത്സരിച്ചത്. മുന്നണിയിൽ ചേർന്നില്ലെങ്കിലും ഒന്നിച്ചാണ് മത്സരിച്ചത്. പിന്നീട് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചു. അതിനുശേഷം കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നു. 1977 വരെ ഒന്നിച്ചു ഭരിച്ചു. ഈ കാലത്താണ് അടിയന്തരാവസ്ഥ സംഭവിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ കറുത്ത പൊട്ട് എന്ന് CPI അടക്കമുള്ള ഇപ്പോൾ ആക്ഷേപിക്കുന്ന അടിയന്തരാവസ്ഥ ഉണ്ടായത് അന്നാണ്. അന്ന് CPI ആണ് കേരളം ഭരിച്ചിരുന്നത്. അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നു. അന്ന് ബിനോയ് ഇടതുപക്ഷ മൂല്യങ്ങളും ഇടതുപക്ഷ മനോഭാവം ഒക്കെ എവിടെ പോയി? എവിടെയായിരുന്നു അത്? നിങ്ങളിപ്പോൾ ഈ ഇടതുപക്ഷ മൂല്യങ്ങളും ഇടതുപക്ഷ മനോഭാവമാണല്ലോ എക്സിക്യൂട്ടീവിൽ പോലും നിർവാഹക സമിതി യോഗത്തിൽ പോലും ഉയർത്തിപ്പിടിക്കുന്നത്. ബിനോയ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിനോയ് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയാണോ CPM? പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ മനോഭാവം, ഇടതുപക്ഷ ചിന്ത? വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ള 1100 കോടി രൂപ വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു, അല്ലെങ്കിൽ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വാദത്തെ ഇന്നലെ പൊളിച്ചത് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയാണ്. അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് 10,000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടെന്ന്, കുടിശ്ശികയാണെന്ന്. ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുക. കേരളം രക്ഷപ്പെടണ്ട, കേരളം നന്നാവണ്ട എന്ന ദുഷ്ടചിന്ത കൊണ്ട് കേന്ദ്ര സർക്കാർ അത് ആ പണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുക. 10,000 കോടി രൂപ. അപ്പൊ ബാലഗോപാൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് എന്ത് പറയാനുണ്ടെന്ന്. ബാലഗോപാൽജി, ചോദ്യം അതല്ല ശരിക്കുള്ളത്. നമുക്ക് ഈ 10,000 കോടി രൂപയുടെ കുടിശ്ശിക കിടക്കുമ്പോൾ പറഞ്ഞല്ലോ, അത് വെറുതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ന്യായമായ കാരണങ്ങളില്ലാതെ. ആ ഒരു സാഹചര്യത്തിൽ ഈ 1100 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് CPMന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഒക്കെ നയത്തിന് വിരുദ്ധമായ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകളുള്ള ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു? നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ളതാണ്, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ 10,000 കോടി രൂപ കിട്ടാതിരുന്നിട്ടും നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ 1100 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിലപാടുകളെ ഒറ്റിക്കൊടുത്തത്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത്? CPI അത് ചോദിക്കുന്നുണ്ടല്ലോ. ഇത്ര തിടുക്കം പിടിച്ച് എന്തിനാണ് മന്ത്രിസഭയോ മുന്നണിയോ ഒന്നും അറിയാതെ ബാക്കി എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ കരാർ ഒപ്പുവെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ രഹസ്യം അവർക്കും മനസ്സിലായിരിക്കുന്നു. ഇത് വെറും രൂപയുടെ കണക്ക് മാത്രമല്ല, ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും തമ്മിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറമേക്ക് പറയാതെ രഹസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിന്റെ വേഴ്ചയുടെ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാലഗോപാലും ഈ കണക്ക് പറഞ്ഞതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെയും CPIയുടെയും പരാതി മന്ത്രിസഭയോ മന്ത്രിമാരോ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ രഹസ്യമായിട്ട് ഈ കരാർ ഒപ്പുവെച്ചു എന്നുള്ളതാണല്ലോ. അതിന്റെ പേരിൽ മാത്രം സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ വലിയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ CPMഉം ഇടതുപക്ഷ പാർട്ടികളും VS അച്യുതാനന്ദനും ഒക്കെ ലോക ബാങ്കിന്റെയും ADBയുടെയും വായ്പകൾക്കെതിരായിട്ട് ലോകമഹായുദ്ധങ്ങൾ നയിച്ച ആളുകളാ. ഒരു കാരണവശാൽ ADBയെയോ ലോകബാങ്കിനെയോ കേരളത്തിലേക്ക് കാലെടുത്ത് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് VS അച്യുതാനന്ദനും മറ്റും
പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തോമസ് ഐസക്കും ധനമന്ത്രി തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ചേർന്ന് നഗരവികസനത്തിന് ADBയിൽ നിന്ന് വായ്പ എടുത്തു. അതിന്റെ കരാറിൽ ഒപ്പുവെച്ചു. 3 മാസം കഴിഞ്ഞ് അതിന്റെ അംഗീകാരത്തിന് വേണ്ടി ഈ കരാർ മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി സാക്ഷാൽ VS അച്യുതാനന്ദൻ ഈ വിവരം അറിയുന്നത്. ADBയുമായിട്ട് കേരള സംസ്ഥാന സർക്കാർ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന കാര്യം അന്ന് VS മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. ഞാനോ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അറിയാതെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന്. അതൊരു വലിയ കലാപമായിട്ട് വളർന്നു. CPI ഒക്കെ അതിൽ പങ്കുചേർന്നു. ആരും അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും അനങ്ങിയില്ല. അവർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവരിരുന്നു. കാരണം അവരുടെ പിന്നിൽ പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ആ കരാറിൽ ഒപ്പുവെച്ചത്, മുഖ്യമന്ത്രി അറിയാതെ. അവസാനം ഈ ADB വായ്പയ്ക്കെതിരെ വലിയ ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന വെളിയം ഭാർഗവനാശാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. ഏതായാലും ADB വായ്പ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ എതിർക്കുകയാണെങ്കിൽ നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിക്കെതിരായിട്ടുള്ളൊരു അവിശ്വാസ പ്രകടനമാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കലാപം അടങ്ങിയത്. എന്തായാലും ബിനോയ് വിശ്വം, നിങ്ങൾ ഇന്നലത്തെ എക്സിക്യൂട്ടീവ് വരെ ധൈര്യത്തോടു കൂടി നിന്നു. അതിലേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ 4 മന്ത്രിമാർ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു കത്താണ്. ആ കത്ത് വാസ്തവം പറഞ്ഞാൽ CPIക്ക് അല്ലെങ്കിൽ CPI മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു കത്തായിരുന്നു. നയപരമായ തീരുമാനത്തിനു വേണ്ടി മന്ത്രിസഭ മാറ്റിവെച്ച ഒരു വിഷയം ചർച്ച കൂടാതെ തീരുമാനമെടുത്ത് കരാർ ഒപ്പുവെച്ചത് ബിസിനസ് റൂൾസിന് എതിരാണെന്ന് ഈ മന്ത്രിമാർ അവരുടെ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് രാജൻ ഈ വിഷയം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ധാരണാപത്രം തയ്യാറായിരുന്നു. അതിന്റെ പിറ്റേന്ന് ഈ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇതിന്റെ പിന്നിലെ വഞ്ചനയെക്കുറിച്ചാണ് ഈ കത്തിൽ ഈ 4 മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് അനുചിതവും അംഗീകരിക്കാൻ വയ്യാത്തതുമാണെന്ന് 4 മന്ത്രിമാർ പറയുമ്പോൾ ഞങ്ങളെ ചതിച്ചു എന്ന വികാരമാണ് അതിൽ തെളിയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട ആളുകൾ, ഒരിക്കലും ആ തത്വം ലംഘിക്കപ്പെടാതിരിക്കേണ്ടതാണ്. എന്നിട്ട് പോലും അവർ അറിയാതെ ഒരു തീരുമാനമെടുത്തു, ഒരു കരാർ ഉണ്ടാക്കുന്നു. അതിനെ എതിർത്തുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട്, അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ചരിത്രത്തിൽ ആദ്യത്തേതായിരിക്കും. വളരെ ഗുരുതരമായ ഒരു സംഭവവികാസമാണത്. പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. ബിനോയ്, നിങ്ങൾ 4-ാം തീയതി ഒരു തീരുമാനമെടുക്കേണ്ടി വരും. നിങ്ങളെ നേരിടുന്ന പ്രശ്നം, പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണെന്ന് അറിയാം. 1969 MNTVയും EMSനോടാണ് പോരാടിയത്. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇത് പിണറായി വിജയനാണ്. നിങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും അദ്ദേഹം പോകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ നിങ്ങൾ CPMന് കീഴടങ്ങാനാണ് ഭാവമെങ്കിൽ പക്ഷെ നിങ്ങളെ ചരിത്രം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. നിങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കാനാവുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിപ്ലവാഭിവാദനങ്ങൾ.